എല്ലാവരും, എല്ലാ ഫാൻസ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ഈവനിങ്, മൈസെൽഫ് അക്ഷയ്. അപ്പോ ഇന്ന് മോഹൻലാൽ ഫാൻസ് നമ്മളെല്ലാം ഒരു കുടുംബമാണ് അല്ലെ, ഒരു ഫാമിലി ഗാദറിംഗ് പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത്. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ എടുക്കുന്ന മനോഹരമായ പിക്ചേഴ്സ്, വീഡിയോസ് ഒക്കെ തന്നെ നമ്മുടെ ഫാൻസ് ക്ലബിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ടാഗ് ചെയ്യാൻ കൂടെ ഞാൻ പറയുന്നു. അപ്പോ ഇനി ആർക്കൊരു ആഗ്രഹം ഇല്ല മോഹൻലാൽ ഫാൻസ് ആണ്. ഇതൊന്നും കാണിച്ച പോലെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. നെഞ്ചിനകത്ത് നെഞ്ചു വീരിച്ച് മുണ്ട് മടക്കി തോള് ചരിച്ച് റീബാൻ വെച്ച് ലാലേട്ടൻ ഒരു ബിഗ് ബിഗ് ഷോട്ട് ഔട്ട് ഫോർ ദി ടീം. താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ ആ ഒരു എന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ കാണാനായിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റ് ഏത് സിനിമയ്ക്കും, കാരണം പല പ്രൊമോഷൻസിനും ഒക്കെ നമ്മൾ പോകുമ്പോൾ മൂവി തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ ആ തുടങ്ങി റിലീസ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച, അതാണ് ആ ഒരു പ്രൊമോഷന്റെയും സെലിബ്രേഷന്റെയും ഒക്കെ സമയം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ ആ ഒരു ആരവം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ തുടരുമെന്ന് പറയുന്ന ടീമിന്റെ പിന്നണിയിലുള്ള എല്ലാവരുടെയും ഹാർഡ് വർക്കാണ്. ഒരു വലിയൊരു കൈഡി ഞാൻ എല്ലാവരെയും ഒരുമിച്ച് തന്നെ ഈ വീഡിയോയിലേക്ക് ക്ഷണിച്ചു വരുന്നു. താങ്ക് യു. സോ ആദ്യം നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഫാൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടുവന്നേക്കുന്ന എല്ലാവരെയും അതുപോലെ പേഴ്സണൽ ഇൻവൈറ്റ് കിട്ടി വന്നേക്കുന്ന എല്ലാവരെയും തന്നെ ഞാൻ ആദ്യമായി ക്ഷണിച്ചു കൊള്ളുന്നു. സോ ഫസ്റ്റ് ഞാൻ ഓരോരുത്തരുമായിട്ട് നമുക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തുടരുമെന്ന് പറയുന്ന ഈ സിനിമ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് മനോഹരമായിട്ട് നമ്മൾ ഓരോ സീനും നമ്മൾ കാണുമ്പോൾ പല ഡയമെൻഷനിൽ വരെ ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച അതിന്റെ ഡയറക്ടർ തരുൺ വർത്തി. ഒരു തരുണിന്റെ ഒരു ഗിഫ്റ്റ് ഓഫ് ലവ് കൊടുക്കാനായി മോഹൻലാൽ ഫാൻസിന്റെ ഭാഗത്തു നിന്നും തരുണൊരു ഗിഫ്റ്റ് ഓഫ് ലവ് ഇപ്പൊ കൊടുക്കുന്നതാണ്. ഓക്കെ, ഞാൻ എല്ലാവരെയും വൺ ബൈ വൺ ആയിട്ട് വിളിക്കാം. നമുക്കിവിടെ സൈലൻസിന്റെ ആവശ്യമില്ല, നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വന്നതാണ്. ലാസ്റ്റിൽ ഒരു ബിഗ് സർപ്രൈസ് എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക്, ഈ ഒരു സിനിമയില് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ആശീർവാദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മോഹൻലാലിന്റെ മനോഹരമായ അല്ലെങ്കിൽ ലാലേട്ടന്റെ മനോഹരമായ പിക്ചേഴ്സിനൊക്കെ തന്നെ കാരണമായ ആശീർവാദ് സിനിമാസിന്റെ UA മാനേജ് ചെയ്യുന്ന ആശീർവാദ് സിനിമാസിന്റെ MD കൂടെയായ ആശിഷ്. ആശീർവാദിനെ നൽകാനുള്ള നായകൻ തന്നെയാണ് ആശിഷ്. വെൽക്കം. ഒപ്പം തന്നെ ഇൻസ്റ്റഗ്രാമില് എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ട് ലാലേട്ടന്റെ ഫിറ്റ്നസ് ഏത് സിനിമയ്ക്ക് ഏത് രീതി ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ആൾക്ക് വേറെ ഒരു പേര് വേണ്ട. ഡോക്ടർ ജേസൺ. സോ നമുക്ക് പല പല ചോദ്യങ്ങള് നമുക്ക് ചോദിക്കാനുണ്ട്. ഞാനിവിടെ നിൽക്കുന്ന ഡിസ്ട്രാക്ഷൻ ആണല്ലോ, സൈഡിലേക്ക് വരാം. ഓക്കെ, നമുക്ക് പല പല ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം ചോദിക്കാനുണ്ട് ആർക്കെങ്കിലും? ഒക്കെ ഉണ്ടോ? ഉണ്ട്, നമുക്ക് ചോദിക്കാം. അതിനൊക്കെ എല്ലാവർക്കും ഞാൻ അവസരം ഞാൻ തരുന്നതാണ്. സോ ഞാൻ ആദ്യം ഇവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് വിളിക്കട്ടെ. യെസ്, അപ്പൊ ഞാൻ ആദ്യം തരുണിൽ തന്നെയാണ് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ സിനിമയുടെ സക്സസിനെ കുറിച്ചും പത്നി ഇതുവരെ ഇന്റർവ്യൂസിൽ ഒന്നും പറയാത്ത നമ്മളോട് പറയാൻ ബാക്കി വെച്ചേക്കുന്ന ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മൈക്ക്. ഹലോ ദുബായ്, ഭയങ്കര സന്തോഷം, അഭിമാനം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടരും സിനിമ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നല്ലൊരു സിനിമയായിരിക്കും, അത് നമുക്ക് പേര് തരുന്ന സിനിമയായിരിക്കും. പക്ഷെ ഇത്രയേറെ പേര് തരുന്ന സിനിമയായിട്ട് മാറ്റും നിങ്ങളെന്ന് നമുക്കറിയില്ല. അതിന് പറ്റപ്പോൾ താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഈ തുടരും ഏപ്രിൽ 25 റിലീസായപ്പം മുതൽ നമുക്ക് UAE നിന്ന് ഒരുപാട് മിഡ് നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് കോളുകൾ വരും. എന്നിട്ട് ഈ ലാലേട്ടനോടുള്ള സ്നേഹങ്ങൾ മൊത്തം പറഞ്ഞാലും തീരാത്ത അത്രയും ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാനും ബിൽചേട്ടനും രജിത്തേട്ടനും സുനിലേട്ടനും ഒക്കെ UAE വരണം, ഇവിടെ വന്ന് ഈ ആളുകളുടെ സ്നേഹവും അവരുടെ ചേർത്ത് നിർത്തലും ഒന്ന് അറിയണമെന്നൊക്കെ പലവട്ടം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഫോർസ് ആശീർവാദമായിട്ടും ഇങ്ങോട്ട് വരാനുള്ള പല കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കുന്നു. അന്ന് ഇന്ത്യ പാക് വാറൊക്കെ നടക്കുന്ന കാരണം നമുക്ക് പല കാര്യങ്ങളും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നടക്കുമ്പോഴും ഇവിടെ ഓരോ ദിവസവും ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. UAE നിന്ന് ഇതൊന്ന് OTT-കാര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും പിന്നെയും ഒരു 10 days കഴിഞ്ഞിട്ടാണ് ഈ പടം അവർ OTT റിലീസ് ചെയ്ത്. എന്നിട്ടും ആ ദിവസത്തെ ഒരു സിംഗിൾ ഡേ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മലയാള സിനിമയിലെ റെക്കോർഡാണ്. അത് ഇവർക്കൊക്കെ അറിയാം എങ്ങനെയാണ്. അതിന് വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് പറയുന്നത് ദ ബ്രാൻഡ്. ലാൽ സാറിന്റെ ഇൻവോൾവ്മെന്റ് ഞാനുമായിട്ടുള്ള ആദ്യമായിട്ടാണ് ലാൽ സാർ അസോസിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ കാണുന്നത് പോലും തുടരുവിന്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്ന സമയത്താണ് ലാൽ സാറിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അതിന് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര നെർവസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അത്ര റെസ്പെക്ട് ഉള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ കഥ പറഞ്ഞ അന്ന് മുതൽ ഞങ്ങളെയൊക്കെ പാമ്പർ ചെയ്ത് ലാൽ സാറിൻ്റെ ഒപ്പം കൂടെ കൂട്ടി ലാൽ സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റുകൾ ഞങ്ങൾക്ക് തന്ന് ഓരോ നിമിഷങ്ങളും ഷൂട്ട് ചെയ്യുന്ന ഓരോ സമയങ്ങളും ഒരു സമയത്ത് വളരെ കുസൃതിയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയി വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ സീൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള തീരല്ലേ എന്ന് വിചാരിച്ചിരുന്ന 99 ദിവസങ്ങൾ 103 ദിവസങ്ങൾ തുടരുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, തുടരുമെന്ന് പറയുന്ന പേരെല്ലാവരും ചോദിക്കും, അതിബുദ്ധിപരമായിട്ട് മോഹൻലാൽ തുടരും എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പേരല്ലേ എന്ന് പലരും ചോദിച്ചു, പല ഇന്റർവ്യൂലൊക്കെ വരും. അങ്ങനെയല്ല, തുടരും എന്ന് പറയുന്നത് ആ ക്യാരക്ടർ വൈസ് അല്ലെങ്കിൽ ആ കഥയുടെ തീം വൈസ് ഇത് കണ്ടിന്യൂ ചെയ്യും, ഈ മനുഷ്യൻ തുടരും, ഷൺമുഖൻ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു പേരിലാണ് നമ്മൾ തുടരും ഇട്ടത്. പക്ഷെ സിനിമ എഡിറ്റിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് നോർമലി നമുക്ക് ലാൽ സാറിന്റെ സങ്കടം വരുന്ന ഒരു സീനിൽ സിനിമ അവസാനിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് സംവിധായകൻ. ഇപ്പൊ ഞങ്ങള് ചിത്രം നല്ല സിനിമയാണെങ്കിലും വന്ദനം നല്ല സിനിമയാണെങ്കിലും അവസാനം തന്മാത്രം നല്ല സിനിമ അവസാനം നമുക്ക് ലാൽ സാറിന്റെ ഒരു നോവിക്കുന്ന എൻഡിൽ നിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, ഒരു പോസിറ്റീവ് നോട്ടിൽ നിർത്തണം. പക്ഷെ ഈ സിനിമ എഴുതുമ്പോൾ മുതൽ ലാൽ സാർ തോളും ഉറപ്പാണ് ആ സിനിമയുടെ അവസാനം എഴുതിയിരിക്കുന്നത്, കോടതിയുടെ കോടതിയുടെ തോളും ചിരിച്ച് നടന്നു പോകുന്ന ആ മനുഷ്യൻ എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആ സിനിമ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ ആളുകൾക്ക് ഹൈ കിട്ടുന്ന ഒരു അഭിമാനം കിട്ടുന്ന ഇത് എന്റെ സിനിമയാണെന്ന് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ തുടരും എന്ന് പറയുന്നത് തിരിച്ചിപ്പുറത്തേക്ക് നട്ടു നോക്കിയത്. അപ്പോൾ സിനിമ അവസാനിപ്പിക്കുമ്പോൾ മോഹൻലാൽ തുടരുമെന്ന് കൂടിയാകും ശരിക്കും പറഞ്ഞാൽ തുടരും എന്ന് പറയുന്ന പേര് ഒരു അറം പറ്റിയ പേരാണെന്ന് ഞാൻ പറയാം. കാരണം ഇത് തുടങ്ങിയിട്ട് നിൽക്കുന്നില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തുടർന്ന് 12 കാലമാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 300-360 ദിവസം ഓടുന്ന സിനിമയായിട്ട് മാറുമെന്ന് എല്ലാവരും പറയുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഓർക്കൂ ഞാൻ ബിഹാഫ് ഓഫ് രഞ്ജിത്ത് രജപുത്ര എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ ഒരു വിഷൻ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ലാൽ സാറിന് വേണ്ടിയിട്ടും ഒക്കെ പറയുമ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ വിഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൃത്യമായിട്ട് രോഗിക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടും പിന്നെ ലാൽ സാറിന് വേണ്ടിയിട്ടും ശോഭന മാമിന് വേണ്ടിയിട്ടും പ്രകാശ് വർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഫോർ മൈ ഓൾ ക്രൂവിന് വേണ്ടിയിട്ട് താങ്ക് യു. ഒരിക്കലും മറക്കില്ല. താങ്ക് യു. ഈ കഴിഞ്ഞ പല ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളാണ് സിനിമയെന്ന് മനസ്സിലാകുന്നത്. നമ്മളൊരു സിനിമ കണ്ടിട്ട് പിന്നെ അതിന്റെ ഡയമെൻഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബ്രില്യൻസ് ആണ്. ഞാൻ ചോദിക്കും, നല്ലൊരു തിരക്കഥ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കഥ കയ്യിലുണ്ട്, ഹോൾ ടീമുണ്ട്,
എങ്ങനെയാണ് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് വെളി വരണമല്ലോ. പ്രഷർ എൻ്റെ ടീം ഒരിക്കലും എനിക്ക് പ്രഷർ തന്നിട്ടില്ല. കാരണം ഓഫ്കോഴ്സ് എൻ്റെ ഡയറക്ഷൻ ടീമിലുള്ള പ്രധാനപ്പെട്ട ആളാണ് ബിനു പപ്പു. ഓഫ്കോഴ്സ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട അഭിനേതാവാണ്. പിന്നെ എൻ്റെ കൂടെ തുടരുമ്പോൾ അസോസിയേറ്റ് ചെയ്ത എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടെ വന്നിട്ടുണ്ട്, സനു. വലിയൊരു കൈയ്യടി. ഈ ടീം എന്നൊക്കെ പറയുന്നത് തരഞ്ഞേട്ടാ എന്താണ് വേണ്ടത് രാവിലെ വന്നത്, അല്ലെങ്കിൽ അവരൊന്നും ഇതൊരു ജോലിയായിട്ട് കാണുന്ന ആളുകളല്ല. ഇവരൊക്കെ ഞാൻ ലാൽ സാറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ കടുകട്ടിയായ ഭ്രാന്തൻ ഫാൻ ബോയ്സ് ആണ് ഇവരെല്ലാവരും. എഴുത്തിന്റെ സമയം മുതൽ ഇവരൊക്കെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. ചേട്ടാ ഇങ്ങനെ ലാലേട്ടനെ കാണാൻ ഇഷ്ടമായിരിക്കും, ഇവിടെ ലാലേട്ടനോട് കൈയടിക്കും എന്ന് പറയുന്ന ഇൻപുട്ടുകളൊക്കെ തന്നുകൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ പ്രഷർ എനിക്കില്ലായിരുന്നു. പിന്നെ രഞ്ജിത്തേട്ടനും ഒരു കിടലൻ ഫാൻ ബോയാണ്, പ്രകാശ് വർമ്മ ഒരു കിടലൻ ഫാൻ ബോയാണ്, ഒരു കിടലൻ ഫാൻ ബോയാണ്. അപ്പം കുറെ ഫാൻ ബോയ്സ് ചേർന്ന് ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു ലോ പ്രഷർ സിനിമയായിരുന്നു ഇത്. തീർച്ചയായും. ഈ സെറ്റിന്റെ സമയത്ത്, ഷൂട്ടിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒന്ന് പറയുമോ? എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഈ ലാൽ സാറിന് വെച്ച് ഒരു ചലഞ്ചും ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും തകയെന്ന് പറഞ്ഞ് ചെയ്തിട്ട് പോകും. നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് പറയുന്ന 2-3 സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചു, ലാൽ സാർ ഇതുവരെയും ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം റിപ്പീറ്റഡാണ്. ഞാൻ ചോദിച്ചത് സാർ ഇക്കിളിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇതുവരെയും ഒരു സിനിമയിൽ സാർ ഞാൻ ഇക്കിളിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അതായിരുന്നു ലക്ഷ്യം. അത് ഞാനത് ആ സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 10 ദിവസം മുന്നെയാണ് ഇക്കിളിനെ പറ്റി പറയുന്നത്. എന്നിട്ട് ഓർത്ത് വന്നു ആ മനുഷ്യൻ ആ ഷൂട്ട് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഇക്കിളിട്ടല്ലേ മോനെ ചെയ്യുന്നത്. അപ്പം അതങ്ങനെ ചെയ്യുന്ന സമയത്തും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റായിട്ട് ആ സീൻ കാണാറ്. അപ്പം അതെനിക്ക് ലാലേട്ടൻ്റെ ഒരു കൊതിയാണെന്ന് തോന്നി. കാരണം എന്നെ കാണാത്ത രീതിയിൽ ഞാൻ ഇക്കിളിട്ട് അഭിനയിക്കുന്നത് കാണാൻ ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത് സീൻ ഞങ്ങളുടെ ഇന്നൊക്കെ മേടിച്ച് സ്പോട്ടിൽ വന്നത് കാണും. മോനെ ഇക്കിൾ സീൻ എന്ന് കാണിക്കുന്നില്ല. അത് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അത് ആ മനുഷ്യന്റെ സ്പെഷ്യൽ ക്വാളിറ്റി ആയിട്ട് കാണുന്നു. ഗ്രേറ്റ്, താങ്ക് യു. ഞാൻ ഇത്രയും ചോദിക്കുന്നത് കാത്തിരുന്നതിന് വേണ്ടി ഞാൻ ബാക്കി വെച്ചേക്കാണ്. സോ അടുത്തത് നമുക്ക് കേൾക്കാൻ ബിജുചേട്ടന്റെ കയ്യിൽ നിന്നാണ്. വെൽക്കം ബിജുചേട്ടാ. ഈ കയ്യടി തന്നെയാണ് നിങ്ങളോട് സ്നേഹിക്കുന്നത്. കാരണം ഞങ്ങൾ പ്രവാസികള് ഓരോ സിനിമയും നെഞ്ചിലേറ്റ് ഓരോ കഥാപാത്രം അച്ഛനെ ഞങ്ങൾ നെഞ്ചിലേറ്റിയാണ് നടക്കുന്നത്. ബിജുചേട്ടാ ഓക്കെ. നമസ്കാരം. തുടരും സിനിമ ഒരുപാട് സ്പെഷ്യലാണ്. കാരണം തരുൺ ഇതിലെന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾ വേറെ ഒരു സിനിമ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ സിനിമയുടെ പേര് ടോർപിഡോ എന്നാണ്. അത് ഞാൻ എഴുതുന്നത്, തരുൺ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളത് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ലാൽ സാറിൻ്റെ ഡേറ്റ് ഞങ്ങൾക്ക് ഈ സിനിമക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് നിർത്തിവെച്ച് ഈ സിനിമ തുടങ്ങി. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മുന്നത്തെ സിനിമകളും ലാൽ സാർ ഇപ്പം വന്നു നിൽക്കുന്ന ഒരു സ്റ്റേറ്റും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ലാൽ സാറിനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക വാശിയല്ല, ആ ഒരു കൃത്യമായ ഒരു ബോധത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ വർക്ക് ചെയ്തത്. അപ്പം അത് കൃത്യമായി ചെയ്തു, അത് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റി, അവർക്കത് ഇഷ്ടമായി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ്. ഈ 200 crores അല്ലെങ്കിൽ അങ്ങനെ ക്ലബ്ബുകൾ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഈ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞങ്ങൾ ആലോചിച്ചത് ലാൽ സാറിനെ ഞങ്ങൾക്ക് കിട്ടി, അത് ഏറ്റവും നല്ല രീതിയിൽ ഓഡിയൻസിന് പ്രസൻറ്റ് ചെയ്യണം, അത് സക്സസ്ഫുള്ളായി എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് തരുൺ തന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യം, ഞാൻ ഈ സിനിമയുടെ കോ ഡയറക്ടറായിട്ട് തരുണിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത് എന്താ പറയുക, ഒരു ഫുൾ ഷെഡ്യൂളിൽ നമ്മൾ രാവിലെ എണീച്ച് വരുമ്പോൾ കാണുന്നത് മോഹൻലാലിൻ്റെ സെറ്റിലാണ്. മോഹൻലാലിൻ്റെ കൂടെയാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഒരു 103 ദിവസത്തിൽ ഒരു 90 ദിവസത്തോളം ലാൽ സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം നമുക്ക് രാവിലെ എണീച്ച് വരുമ്പം ആദ്യത്തെ 3-4 ദിവസങ്ങൾക്ക് ലാൽ സാർ അങ്ങനെയായിരുന്നു. കുറച്ച് കഴിയുമ്പം അത് വളരെ അടുപ്പമായിട്ട് ലാലേട്ടാ ഷോട്ട് റെഡിയാ വന്നോളൂ, അങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മളൊരു ചേട്ടച്ചാരനെ വിളിച്ചിട്ട് ഷോട്ട് റെഡിയാണോ വാ പോവാം അങ്ങനെയായി മാറി. ഞങ്ങൾ 90 ദിവസത്തോളം ലൈക്ക് ഡേയും നൈറ്റും ഒരുപാട് പടത്തിൻ്റെ ഒരു 60% നൈറ്റ് ഷൂട്ടാണ്.
അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ലാൽ സാർ. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഭാഗ്യം. കാരണം തരുണിൻ്റെ ആദ്യത്തെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ബിനുചേട്ടാ എങ്ങനെയാണ് നമ്മൾ ലാൽ സാറിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ഞങ്ങൾ വളരെ സ്ട്രാറ്റജിയും പല ഐഡിയകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നില്ല. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ലാൽ സാർ സെറ്റിൽ. സോ ഇറ്റ് വാസ് സോ ഈസി ടു ഹാൻഡിൽ മിസ്റ്റർ മോഹൻലാൽ. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ലാൽ സാറിനൊപ്പം അഭിനയിക്കാനും പറ്റി ത്രൂ ഔട്ട്. അതോടൊപ്പം പല സീനുകൾ പറഞ്ഞു കൊടുക്കാനും പൊസിഷൻ കാണിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. താങ്ക് യു. താങ്ക് യു. ഈ ബിനുചേട്ടനോട് ഈ പല റോളുകളും ലൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ല ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അതിന് എടുത്തിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പറേഷനും ഇല്ലായിരുന്നു. നമ്മൾ സീന് സെറ്റ് ചെയ്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയി നിൽക്കും. പോയി നിൽക്കുമ്പോൾ ഞാൻ ഡയറക്ടർ മുഖത്തേക്ക് നോക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് ഡയറക്ടർ പറഞ്ഞു അത് ചെയ്യും. ശരി. ഈ നമ്മള് 3 സിനിമകൾ തന്റെ 3 സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, തുടരും നമ്മൾ സിനിമകളായിട്ട് കാണുന്നു. പക്ഷെ ഇവരുടെ 2 പേരുടെ ഒരു കോമ്പിനേഷൻ അതിനകത്ത് ഭയങ്കരമായിട്ട് എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതൊന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും ആഗ്രഹമുള്ള ഒരു കാര്യമാണത്. ഇനിയിപ്പോ വരാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ ഓപ്പറേഷൻ ജാവ ചെയ്യുന്ന സമയത്താണ് ബിനുചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് തോന്നിയൊരു സ്പെഷ്യൽ ആയിട്ടൊന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് സിനിമ. അതായത് എന്തും ചെയ്യാൻ തയ്യാറാണ്. ഓൾ പ്രോസസ്സിൽ പ്രൊഡക്ഷൻ സൈഡിൽ പോകണമെങ്കിൽ അങ്ങനെ, അതുപോലെ ഒരു സ്ഥലത്ത് കിടക്കണമെങ്കിൽ അങ്ങനെ, അവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, വർക്കഹോളിക്കാണ്. അത് സിനിമ കഴിഞ്ഞ് പേയ്മെന്റ് വാങ്ങി പോക്കറ്റിലിട്ട് പോകുമല്ല. അത് കഴിഞ്ഞാലും എൻ്റെ മാർക്കറ്റിങ്ങിനാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും വന്ന് കൂടെ നിന്ന് നമുക്കൊരു ധൈര്യം തരും. ഇപ്പം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു നടൻ മാത്രമായിരുന്നു. അപ്പം എനിക്ക് ആ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ഓൾ പ്രോസസ്സാണ്. അപ്പം അതാണ് സൗദി വെള്ളയ്ക്കൽ വന്നപ്പോഴും ഞാൻ ചേട്ടാ എൻ്റെ കൂടെ ഡയറക്ഷനിലേക്ക് കൂടാൻ പറഞ്ഞത്. പിന്നെ അതിപ്പം തുടരുമ്പോഴേക്കും തുടരുന്നു. മറ്റു 2 സിനിമയിലും ഭയങ്കര നന്മപരമായിട്ടുള്ള ക്യാരക്ടറുകൾ. ജോയി സാറ്, ഈ പറഞ്ഞ ബ്രിട്ടോ എന്ന് പറയുന്നത് ഇങ്ങനെ തേൻ തുളുമ്പും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ റോളുകൾ പുള്ളിനെ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ എന്നെ 4 ആൾ കണ്ട് ഞാൻ തല്ലണം, എന്നെ പൊങ്ങിക്കൂത്തി അടിക്കണം, എന്നെ കാണുമ്പോൾ തെറി വിളിക്കണം. അപ്പൊ അങ്ങനെയാണ് ഈ പെണ്ണി കഴിവേറി ഒരു ലുലുമാളിന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ലുലുമല്ല ഷേണായിസിന്റെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പയ്യന്മാര് അപ്പൊ ഞാനത് എനിക്ക് ആ തെറിവിളി മേടിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പലപ്പോഴും സിനിമ കാണുന്നുണ്ടല്ലോ ബിനുചേട്ടാ, എൻ്റെ ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ പപ്പുചേട്ടനെ പോലെയുള്ള ഒരു ലെജൻഡറി ആക്ടറിന്റെ മോൻ, ഓക്കെ, ദൈവമേ നമ്മൾ അഭിനയിക്കുന്ന ഓരോ സീനും ആരും കുറ്റം പറയില്ല, അച്ഛന് കളങ്കമാക്കരുത് എന്നുള്ള ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്തു പോകുന്നത്? അല്ല, അത് വരാറുണ്ട്. കാരണം അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ നടന്മാരും കാരണം നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നമ്മൾ ഒരു സിനിമ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അഭിനയം മോശമായി കഴിഞ്ഞാൽ അപ്പം നേരെ എടുത്ത് അച്ഛനെ വെച്ച് കമ്പയർ ചെയ്യും. അച്ഛനത്ര പോരാ എന്നുള്ളത് ഈസിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പം നമ്മൾ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോഴും കഴിവതും അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ മാനേഴ്സും വരാതിരിക്കുക. ഞങ്ങളത് മാക്സിമം ശ്രമിക്കും. പക്ഷെ അത് ആളെ മോനായതുകൊണ്ട് എനിക്ക് ചെറുങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഈ കുട്ടിക്കാലത്ത് ഈ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പല കഥകളും, അതിൽ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടോ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള? അല്ല, സിനിമ റിലേറ്റഡ് ആയിട്ട് എന്താ പറയുക, കുട്ടിക്കാലത്ത് മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയി എടുത്തൊരു ഫോട്ടോ ആണ് പിന്നെ ഇപ്പം വൈറലായത്. ഞാൻ പിങ്കാവിയുടെ സെറ്റില് അന്ന് അച്ഛൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ ലാലേട്ടൻ്റെ കൂടെ പോകുന്നത്. ലാലേട്ടൻ പഠിച്ചിട്ട് ഇപ്പൊ ലാലേട്ടൻ്റെ കൊങ്ങൊക്കെ പഠിച്ചിട്ട് അതിനോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഒന്നും തോന്നിയില്ലോ തട്ടിയ അങ്ങനത്തെ ഷർട്ടിന് പിടിച്ചതെന്ന് ചോദിച്ചു. അങ്ങനത്തെ കഥാപാത്രമാണ്. കാരണം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിച്ച് തരൂല. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ലാലേട്ടൻ കൂടെ അഭിനയിക്കുമ്പോൾ ആ ഒരു ആക്ഷൻ പറയുന്ന സമയത്ത്
ആ ആള് പൂർണ്ണമായ കഥാപാത്രമായി മാറും. അപ്പോൾ നമുക്ക് അവിടെ മോഹൻലാലിനെ കാണാൻ പറ്റില്ല, നമുക്ക് ഷൺമുഖനെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ മാറും, നമ്മളെ പുള്ളിയും മാറ്റും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഒരു വലിയ കാര്യങ്ങൾ. അടുത്തത് ആശീർവാദിന്റെ തന്നെ സാരഥിയായ ഒരു വ്യക്തിയോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആശിഷ്, വെൽക്കം. ഒരു വലിയൊരു കൈയ്യടി ആശിഷ്. ആശിഷ് അധികം മിണ്ടൂല, ഭയങ്കര കാമാണ്. എന്താണ് ആശിഷ്, പറയൂ. ഹലോ എവരിവൺ, വെരി ഗുഡ് ഈവനിങ്. നമ്മളാണ് അശ്വാസ് സിനിമാസ് ആണ് തുടരും ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ഓവർസീസ് ആൻഡ് കേരള. ആക്ച്വലി എനിക്ക് തോന്നുന്നു 2025 ഇന്ത്യൻ സിനിമയിൽ തന്നെ ടോപ്പ് 10 ഇൻക്ലൂഡ് ആയ സിനിമയാണ് തുടരും. ഓവറോൾ ഗ്രോസ് ഓർ ടോട്ടൽ കളക്ഷൻസ് ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. അതും മലയാളം സിനിമയിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. ആൻഡ് ഐ തിങ്ക് എവറിബഡി അക്സെപ്റ്റഡ് ദ മൂവി ആസ് അവർ ഓൺ. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ലൈക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ സിനിമയുടെ ഒരു ഭാഗമാകുമ്പോൾ ഇത്രയും വലിയൊരു സക്സസ്സിലൊരു പാർട്ടാവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ഫോർ മൈ സെൽഫ് ആസ് വെൽ. കാരണം ഞാനായാലും ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ബിസിനസ് കയറിയിട്ടും എനിക്കൊന്നും ഇപ്പോൾ ഫ്യൂ ഇയേഴ്സ് ആയിട്ടുള്ളൂ. So I think working in this film was a huge honor and privilege for me, and I've learned so much from the team. I just have, കൂടുതലൊന്നും പറയാനില്ല. I'm really honored and thankful to be part of this movie, and I would like to thank Tarun Chetan, the whole crew, Ranjit Uncle, Appa, Lal sir, and everybody involved. So I just have nothing much to say. I'm really happy to be here. And Arun Chetan, thank you so much for the role. ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ റിയലി വാണ്ട് ടു ഒരു ഇവന്റിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. സോ ഇവന്റ് വാസ് റിയലി ഗുഡ് ആൻഡ് ഐ ആം റിയലി ഹാപ്പി ടു ബി ഹിയർ. പിന്നെ കൂടുതൽ വേറെ ഒന്നും പറയാനാണ്. വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. എനിക്ക് കൂടുതൽ കിട്ടിയ ഒരു ക്വസ്റ്റ്യനാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എനിക്ക് UAE മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരോടുള്ളൊരു വലിയ നന്ദിയുണ്ട്. കാരണം ആദ്യം ഈ സിനിമ നമ്മൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഒരു ജാനുവരി 30 ഏതാണ്ട് ഒരു ജാനുവരി 10 മുതൽ ഞാൻ എയറിലായിരുന്നു. എവിടാ റിലീസ് എവിടാ, പോസ്റ്റർ എവിടാ, ട്രെയിലർ എവിടാ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ആരെങ്കിലും വന്ന് തെറി വിളിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ. ഓഫ് കോഴ്സ് ഭയങ്കര ടെൻഷനായിരുന്നു, നെർവസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ലിറ്ററലി ഐ എം വെരി താങ്ക്ഫുൾ ടു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും. കാരണം അന്ന് ഇവർ എൻ്റെ നമ്പർ എവിടെ നിന്നൊക്കെയോ തപ്പിക്കണ്ട് റിലീസ് ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് പേഴ്സണലി വിളിച്ച്, ചേട്ടാ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾക്കറിയാം ഈ പറയണവന്മാരൊക്കെ വേറെ പറമ്പിൽ നിന്നുള്ളവന്മാരാണ്, അവന്മാരെ നമ്പരുത്, അവന്മാരൊക്കെ ഫേക്ക് ആയി തിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും ഇതിൽ നിന്ന് ഔട്ടായി നിൽക്കാൻ ആ സമയത്ത് ഒരു 1 വീക്ക് UAE വന്ന സമയത്ത് എന്നെ കാണാനായിട്ട് ഇവിടെ നിന്ന് മോഹൻലാൽ ഫാൻസിൽ കുറേ പിള്ളേർ വന്നിട്ട്, ചേട്ടാ ഞങ്ങൾ കൂടെ ഉണ്ട്, ചേട്ടാ പടം പൊളിക്കില്ലെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പടത്തിൽ പരിപാടി ഉണ്ടാ, നിങ്ങൾ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂടെ നിന്നതിൻ്റെ ആഘോഷമാണ് നമുക്ക് തുടരുന്നത്. അപ്പം ഡെയിലി ഐ എം വെരി താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. അതുപോലെ കേരളത്തിൽ അപ്പം അത് പറയേണ്ട ഒരു സ്പേസ് ആണെന്ന് തോന്നി, അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. ഇതിനോടൊന്ന് ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. ഞാൻ നിങ്ങളോട് കൂടെ ഞാൻ പറയാണ്, നമ്മുടെ പല ഫാൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷേ മോഹൻലാൽ ഫാൻസ് ചെയ്യുന്ന പോലത്തെ പരിപാടി അത് എന്നെ അറിയിക്കുന്നതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ബ്ലഡ് ഡൊണേഷൻ ആയിക്കോട്ടെ, ഏത് കാര്യത്തിനും ഇവര് ഫ്രണ്ടിലുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും പ്രവാസികളുടെ ഏത് ആവശ്യത്തിനും ഇവർ ഫ്രണ്ടിലുണ്ടായിട്ട് ഞാൻ അതിനുണ്ട് ഒരു ബിഗ് ഹാൻഡ്സ് ഓഫ് ടു എൻ്റെ ടീം. അപ്പോൾ അജീഷ്, ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, എമ്പുരാൻ ലൂസിഫർ നെക്സ്റ്റ് എന്താണ് അതിലുണ്ടോ? അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്, സത്യം പറഞ്ഞാൽ. അയ്യോ, അല്ലല്ല, ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ stubborn ആവരുത്. സോ ഒബ്വിയസ്ലി I was very lucky to get a chance. അപ്പോൾ അത് നോ പറഞ്ഞാൽ പിന്നെ ഭയങ്കര മട്ടത്തരാവില്ല. സോ I really took it. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ സത്യം പറഞ്ഞാൽ. സോ താങ്ക് യു. ഇനി അടുത്തത് മൈക്ക് ടു സനു. സനു ഈ ഫിലിമിന്റെ ഒരു പാർട്ടാണ്. അപ്പോ സനുവിന് എന്തായിരുന്നു സനു എക്സ്പീരിയൻസ് ഈ ഒരു ഇത്രയും വലിയൊരു ടീമിനോട്? സനു ഭയങ്കര കാമായിട്ട് അയ്യോ ഇങ്ങനെ ഇരിക്കുകയാണ് ഒളിച്ച്. എന്താണ് സനു 2 വാക്ക്?
ഒരു കയ്യടി. അല്ല സാറേ, ഒരു മിനിറ്റ്, എനിക്ക് മാത്രമാണോ വിജയ് സേതു? ഈ നാട്ടിൽ നിന്ന് ഉയർന്നു പോയ ഒരു താരമാണ് അല്ലേ? പറ സാർ. അല്ല, ഇത് ഞങ്ങളൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് വെച്ചിരിക്കുന്നു. തുടരും തീർച്ചയായിട്ടും. ഇടയ്ക്ക് ലൊക്കേഷൻ ബിൽസ് ഒക്കെ ലീക്ക് ആകുമ്പോൾ ചർച്ചകൾ വരുമല്ലോ. സൈഡ് പ്ലേസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ലൈവ് ആക്കി നിർത്താം. ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു അല്ല, എന്തായാലും ആദ്യം താങ്ക്സ് ആണ് പറയാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ടുള്ള ജേണിയാണ്. ഒരു ഫുൾ ടീം, ഇതൊരു ടീം വർക്കാണ്. അപ്പൊ അതിന്റെ ക്യാപ്റ്റൻ ബെഞ്ചൻ, വൈസ് ക്യാപ്റ്റൻ, പിന്നെ ഇവിടെ വരാത്ത ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിലുള്ള മോഹിത്തുണ്ട്, ആൽവിനുണ്ട്, ആർവിഷനുണ്ട്, ആര്യനുണ്ട്. അങ്ങനെ മൊത്തത്തില് ഞങ്ങളുടെ ഒരു ടീമിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ നമ്മൾ അങ്ങനെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ അങ്ങനെയാണ് ആ സിനിമയിലുള്ളത്. ഒരു കൂട്ടം ഫാൻ ബോയ്സ് പ്രാന്തന്മാര് ലാലേട്ടനെ വെച്ചിട്ട് യുദ്ധത്തിന് ഇറങ്ങി. ഇത് ഞങ്ങൾ അടിക്കും, അത് ഞങ്ങൾ അടിച്ചു, അതാണ് ഞങ്ങൾ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, എല്ലാവരും പറഞ്ഞില്ലേ. ഇതൊക്കെ തന്നെ സന്തോഷം മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ദിവസം ലാൽ സാറിന്റെ ഒപ്പം അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്ന് നമ്മളെ തോന്നിക്കാത്ത ഒരാള് ഉണ്ട്, അതാണ് ലാൽ സാർ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് സാർ. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കുറെ നാളായിട്ട് ലാലേട്ടനോട് ഒപ്പം കാണുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ജെയ്സൺ, മൈക്കിൾ ജോൺ. ഡോക്ടർ ജെയ്സൺ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഡയറ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിനോടൊപ്പം പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നതാണ്. വെൽക്കം ഡോക്ടർ ജെയ്സൺ. താങ്ക് യു. ഈവൻ ജോക്കും ഞാനും കൊച്ചിയിൽ നിന്ന് പോന്നിട്ട് ഞാൻ ലാലേട്ടനോട് ശ്രീലങ്കയിൽ പോയി ജോക്കും കൊണ്ടുപോകും. അപ്പോൾ ഞാനൊരു 25-30 വർഷമായി. അധികം പ്രായമൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഒരു 30 വർഷമായിട്ട് ദൈവം അനുഭവിച്ചിട്ട് നമ്മളും ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ഫാൻ ബോയ് ആണ്. എപ്പോഴെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ അദ്ദേഹത്തോടു കൂടെ സ്പെൻഡ് ചെയ്യുക. ഇവരൊക്കെ പറയുന്ന പോലെ അൺബലീവബിൾ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായാലും അതിപ്പോ ഇവരൊക്കെ പറയുന്ന പോലെ ആക്ടിങ്ങിനല്ല, അതൊരു കുക്കിങ്ങിനായിക്കോട്ടെ. ഇപ്പൊ ഞങ്ങൾ പോയി ഒരു വീട്ടിൽ പോയി ശ്രീലങ്കയിൽ പോയി കുക്ക് ചെയ്തു. ഞങ്ങളിപ്പോ ഒരു പുതിയ വീടാണ്. അപ്പൊ അവിടെ വേറെ രാമേട്ടനൊക്കെ പറഞ്ഞാൽ അത് ഒരു ഡിസ്ട്രെസ്സിങ് ലെവലില് അതൊരു പാഷൻ. അതായത് എന്ത് ചെയ്യാനും അത് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ഹാർട്ട് കൊണ്ടാണ്. അതായത് ഞാൻ ഇന്നൊന്നിലും തുടങ്ങിയതാ. സത്യം പറയാൻ കഴിഞ്ഞാൽ ഞാൻ ബാബ കല്യാണത്തും ഇല്ലാണ് 21 വർഷം മുമ്പ് ആ പടത്തിൽ അഭിനയിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ആ സിനിമയില് മൂടിന്റെ ചാടി കൊടുക്കുമ്പോൾ അടുത്ത പടത്തിൽ അടിപൊളിയായിട്ട് ചാൻസ് കിട്ടുന്നു പറഞ്ഞു. ഡയറക്ടർമാരോടൊക്കെ ഞാൻ കുറെ ചോദിക്കാറുണ്ട്. ഈ പടത്തിൽ ഞാൻ റോൾ ചോദിച്ച ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞു ആളുകളുടെ പ്രൊഡ്യൂസർ, അയ്യോ ജെയ്സന് റോള് വേണമായിരുന്നു. അതിപ്പോ എല്ലാം കഴിഞ്ഞു പോയി. ഞാൻ ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ലൊക്കേഷനിൽ കഥ പറയാം. ഞാൻ അവിടെ നിൽക്കുമ്പോ അത്ര പഴയ വണ്ടിയാണ്. ആ വണ്ടിയിൽ ആളായിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഒരു വരും. ആ ഒറ്റ ഷോട്ട് അത് കഴിഞ്ഞിട്ട് ബമ്പ് ചാടി ടക്കുന്നത് പോണം. അയ്യോ, അത് കാണുമ്പോൾ നമുക്ക് ഗൂസ് ബമ്പ് വരും. അതായത് ഒറ്റ ഷോട്ട് കണ്ടാൽ മതി. അത് ഇത്രയും പഴയ കാറ്, ഇത്രയും വണ്ടി ഒരു ദിവസം പോലും ഓടിക്കാത്ത മനുഷ്യരായിട്ട് വണ്ടി ഓടിക്കുന്ന ആളല്ല, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അതൊറ്റ ഷോട്ട് റിവേഴ്സ് എടുത്ത് വന്ന് ആ പോകുന്ന ഒരു സീന് അൺബിലീവബിൾ. അതുപോലെ എനിക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ കുറെ ഡബിങ്ങിന് ഞാൻ പോയിരിക്കും. ഞാൻ തമിഴിൽ പോയി കണ്ടപ്പോ എനിക്ക് വീണ്ടും പുഷ്പങ്ങൾ, പ്രകാശ് വർമ്മ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ അപ്പൊ പറഞ്ഞ ഇതേപോലെ തന്നെ നേരിട്ട് ഡബിങ്ങിന് ഞാൻ പോയിരുന്ന രണ്ട് ഡയലോഗ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു ഈ സീനിലെ ആൾക്കാർ നേരിട്ടൊന്ന് കൈയടിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഈ തുടരത്തിന്റെ കാര്യമായാലും. അപ്പോ മറ്റേ സിനിമയിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ജിത്തു സാറിനോട് സംസാരിച്ചു ഒരു മൂവിൽ ചാൻസ് തരാനായിട്ട്. നേരിടുന്ന കൊടുത്തില്ല. അപ്പൊ അവർ പറഞ്ഞു ജെയ്സൺ നിനക്ക് മസിലൊക്കെ ഒത്തിരി കൂടുതലാണ്. ഞാൻ ഒരു സീൻ വെച്ചതാണ്. അപ്പൊ പോലീസുകാരനായിട്ട് വെച്ചാണ്. പോലീസുകാരന് മസിലൊന്നും പറ്റാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 ആഴ്ചയോട് മസിൽ പറഞ്ഞു ആ സീൻ ഒരാൾക്ക് കൊടുത്തു. എങ്ങനെയാണ് ഇവരുടെ പരിപാടി? ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയ റോഡുണ്ട്, ഒരു ഇടി കിട്ടിയിട്ട് പിന്നെ എവിടെയെങ്കിലും കിടക്കുന്നത് അത് ജെയ്സനാണ് പറയാനായിട്ട്. അപ്പൊ ഞാൻ അലന്റെ വിളിച്ചു, അലട്ടാ ഇങ്ങനെ വരാൻ പറഞ്ഞു. റോഡിൽ അസിസ്റ്റന്റ് ഉണ്ട്. ചേട്ടാ ഞാൻ ക്രൈം സാറിനോട് പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു. അലന്റെ പറഞ്ഞു ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഡയറക്ടറോട് ചോദിക്കട്ടെ, മേഡം അതിലൊന്നും ഇല്ല, നീ വരണ്ട. തല കാണുന്നതായിരുന്നു. അതും നിങ്ങളില്ല ഉണ്ടാക്കി. പിന്നെ ലാലന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആളുടെ ഒരു ഡിസിപ്ലിൻ, ആളുടെ ഒരു ഫിറ്റ്നസ് എന്നൊക്കെ പറയാതിരിക്കും. ഇവര് ശരിക്കും ഞാനല്ല ലാലന്റെ ട്രെയിനർ, ആളാണ് എന്റെ ട്രെയിനർ. അങ്ങനെ തന്നെ പറയണം. അതുപോലെ തന്നെ എന്തൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം കാര്യങ്ങൾ പറയാണ്ട് ലാലന്റെ കുറിച്ച്. പക്ഷെ
ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി നമ്മൾ തുടരും എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഇതുപോലെ തുടരണം സർ. ഓക്കെ, ഇനിയും ഉണ്ടാവണം. എനിക്ക് ജയ്സൺ ഒരു എല്ലാ ബിഹാഫ് ഓഫ് ഓൾ മോഹൻലാൽ ഫ്രണ്ട്സിൻ്റെ ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഏറ്റവും സുന്ദരനായിട്ടും ഏറ്റവും ഫിറ്റായിട്ടും തുടരുമിൽ ലാലേട്ടനെ കാണാൻ പറ്റി. ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ചാടി നിൽക്കണമെന്ന് ഇപ്പോഴും അത് എന്താ പറയുക, സ്റ്റൈലിലായാലും വണ്ണം കുറഞ്ഞതിലാണെങ്കിലും മസിൽസിലായാലും ഒക്കെ ഭയങ്കര ഫിറ്റായിട്ടൊരു മനുഷ്യൻ. ഫൈറ്ററാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഫിറ്റ്നസ് ഓക്കെ ലാലേട്ടനാണ് പലപ്പോഴും സജിമി പോകുന്ന വിളിച്ചോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ആ ഒരു കൾച്ചർ കൊണ്ടുവരാൻ റോയ്ക്ക് ഭയങ്കര പങ്കെന്ന് പറയാം. ബിഹാഫ് ഓഫ് ഓൾ മോഹൻലാൽ ഫ്രണ്ട്സ് ഞാനത് പറയുന്നു. താങ്ക് യു. അത് സാറ് പറഞ്ഞത് അല്ലെങ്കിൽ തരുൺ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ദിവസമൊക്കെ നമ്മൾ യൂണിക്കാൻ പഠിക്കും 6 മണിയാകുമ്പോഴേക്കും ആള് ഫ്രണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ചോദിക്കും. മിക്കവാറും ആളായിരിക്കും നമ്മളെ വിളിച്ചുകൊണ്ട് പോവാ. അപ്പൊ ആളുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ്. ഇവിടെ ഈ മലയക്കോട്ടെ വാലപ്പിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആള് കുറച്ച് ആൾക്ക് ഷോൾഡർ ഇഞ്ചുറി ഒക്കെ വന്നിട്ട് ഒരു 2 കിലോ പോലും പൊന്തിക്കാൻ ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വീഡിയോ ഒരാൾ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനല്ല. അപ്പൊ അതൊക്കെ കാണാനുള്ള ഫിറ്റ്നസ്, ആളുടെ ഒരു ജിമ്മ്, ആളുടെ ഒരു ഡെഡിക്കേഷൻ, ആളുടെ ഒരു എന്തായാലും പറഞ്ഞപ്പോ തവണൊക്കെ പറഞ്ഞ പോലെ ഒരു അൺബിലീവബിൾ. നമ്മളൊരു 25 വർഷം മുമ്പുള്ള ലാലേട്ടന്റെ ഫിറ്റ്നസ് അല്ല ഇന്ന്. ഞാൻ അന്നും ഇന്നും പറയുന്നതാണ്. അന്ന് ആള് ഒരു ഡിസിപ്ലിൻ സ്ലൈറ്റ്ലി ഡിഫറെന്റ്. അന്ന് എക്സസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു, ഇന്നും അതുപോലെ തന്നെയാണ്. സോ വൺസ് അഗൈൻ നമ്മുടെ ലാലേട്ടൻ അപ്പോ നിങ്ങളെല്ലാവർക്കും അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. നമ്മുടെ എല്ലാ അരുൺ ടീമിന് എല്ലാവർക്കും അടിപൊളി. വീണ്ടും ഇതുപോലത്തെ നമ്മള് ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ അല്ലെ, അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. വേറെ എന്തെങ്കിലും? ശരി, താങ്ക് യു. ജയ്സൺ ഇവിടെ പറയുന്നതിൽ ഒരു വെൽനസ് ഫിറ്റ്നസ് സെന്റർ തന്നെയുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കാണാവുന്നതാണ്. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഈ ഒരു തിയേറ്ററിൽ ഏതൊരു സിനിമ പ്രേമിക്കും ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. രാജൻ വാക്കല. എവിടെ ഞാൻ ഇപ്പോഴും വരും ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ഒരു സിനിമയെ കുറിച്ച്, ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനെ കുറിച്ച് 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ലാലേട്ടൻ ഫാൻസിന്റെ എല്ലാ എൻ്റെ സഹോദരന്മാരാ, അവരെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ലാലേട്ടൻ്റെ ഒരു പടം വന്നപ്പോൾ ഇതിനു മുമ്പ് വേറൊരു ഫാൻസ് ഉണ്ട്, അത് ലാലേട്ടൻ ഫാൻസ് തന്നെയാണ്. അപ്പോൾ ഇവരെ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്നെ ഒന്ന് അപ്രോച്ച് ചെയ്ത് ആ ലാലേട്ടൻ ഫാൻസിനെ ഇവിടെ വളർത്തിയത് ഞാൻ തന്നെയാണ്, ഇതിനെയും വളർത്തിയത് ഞാൻ തന്നെയാണ്, തുടക്കക്കാരൻ ഞാൻ. അപ്പൊ അതിന് അഭിമാനമുണ്ട്. ഇവരിപ്പോൾ വളർന്ന് വലിയ നിലയിലെത്തി, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇനി വരവോട്ട് മക്കളെ നിങ്ങൾ ഇനി വരും. എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. ഈ നമ്മളിപ്പോ പല കാര്യങ്ങൾ കേട്ടെങ്കിലും എന്റെ ഫ്രണ്ടില് നമ്മുടെ ഒരു TV തുറന്നാൽ ഏതൊക്കെയാണോ ചാനൽസ് ഇങ്ങനെ നിരന്നിരിക്കുകയാണോ